നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുവൈത്തിൽ സ്വകാര്യ മേഖലയ്ക്കുള്ള വർക്ക് പെർമിറ്റ് വിതരണം ഏപ്രിൽ മുതൽ. വൻകിട കമ്പനികൾക്ക് 50% വിദേശ തൊഴിലാളികളെ നിയമിക്കാമെന്ന തൊഴിൽ മന്ത്രാലയം. ബിജെപിയെയും ആം ആദ്മി പാർട്ടിയെയും വിമർശിച്ച് സോണിയാഗാന്ധി. നരേന്ദ്രമോദി അധികാരത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്നു. ഡൽഹി ഭരണത്തിൽ നിന്ന് ആം ആദ്മി ഒളിച്ചോടിയെന്നും സോണിയാഗാന്ധി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. ബിജെപിക്ക് ചെങ്കോട്ടയുടെ അരികിൽ പോലും എത്താനാവില്ലെന്ന് AK ആന്റണി. സംസ്ഥാനത്തെ ബാർ ലൈസൻസ് പുതുക്കി നൽകുന്നതിലെ അനിശ്ചിതത്വം തുടരുന്നു. നിബന്ധനകളോടെ താൽക്കാലിക ലൈസൻസ് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവാദം നൽകിയെങ്കിലും രാഷ്ട്രീയ തീരുമാനം വൈകുന്നു. സർക്കാർ മദ്യ വിൽപ്പനശാലകളിൽ തിരക്കേറുന്നു. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാന സർക്കാരിന്റെ തീവ്ര ശ്രമം. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം ട്രഷറികളിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം CPM തള്ളി. പാർട്ടി നേതൃത്വത്തിലുള്ള ബാങ്കുകൾ ഇന്ന് പ്രവർത്തിച്ചില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പണം വകമാറ്റുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന VS അച്യുതാനന്ദൻ. 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയക്ക് 160 റൺസ് വിജയലക്ഷ്യം. യുവരാജ് സിംഗിന് അർദ്ധ സെഞ്ചുറി. പാകിസ്ഥാനോട് 50 റൺസിന് തോറ്റ് ബംഗ്ലാദേശ് ടൂർണമെന്റിൽ നിന്ന് പുറത്ത്. അഹമ്മദ് ഷെഹ്സാദിന് സെഞ്ചുറി. ഓസ്ട്രേലിയയോടുള്ള മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. സ്വകാര്യ മേഖലയിലേക്കുള്ള വർക്ക് പെർമിറ്റുകൾ ഏപ്രിൽ മാസം മുതൽ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് കുവൈത്ത് തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയം. വൻകിട കമ്പനികൾക്ക് 50% ജീവനക്കാരെ വിദേശത്തുനിന്ന് റിക്രൂട്ട് ചെയ്യാം. സൂക്ഷ്മ പരിശോധനയ്ക്കും അന്വേഷണങ്ങൾക്കും ശേഷമായിരിക്കും തൊഴിൽ പെർമിറ്റ് അനുവദിക്കുകയെന്നും അധികൃതർ അറിയിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും ഏപ്രിൽ ആദ്യവാരം മുതൽ വർക്ക് പെർമിറ്റ് വിതരണം പുനരാരംഭിക്കുമെന്നാണ് മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. സെൻട്രൽ ടെൻഡർ കമ്മിറ്റിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി ക്വാട്ട തിരിച്ചായിരിക്കും തൊഴിൽ പെർമിറ്റുകൾ അനുവദിക്കുക. ഇതിനായി കമ്പനികളുടെ സാമ്പത്തിക സ്ഥിതിയും വാണിജ്യ കാറ്റഗറിയും വിലയിരുത്തും. വൻകിട കമ്പനികൾക്ക് മൊത്തം ആവശ്യത്തിന്റെ 50% ജീവനക്കാരെ വിദേശങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ അനുവദിക്കും. ബാക്കി 50% രാജ്യത്തിനകത്തുനിന്ന് കണ്ടെത്തണം. വിദേശി പങ്കാളിത്തമുള്ള കമ്പനികൾക്ക് 20% രാജ്യത്തിന് പുറത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് ക്വാട്ട. സലൂൺ, ബൂഫിയ, ലോണ്ടറി തുടങ്ങിയ ചെറുകിട സ്ഥാപനങ്ങൾക്ക് വിദേശ റിക്രൂട്ട്മെന്റ് ക്വാട്ട ഇതിലും കുറയും. റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകളും ക്രമക്കേടുകളും തടയാൻ അന്വേഷണങ്ങൾക്കും സൂക്ഷ്മ പരിശോധനകൾക്കും ശേഷം മാത്രമായിരിക്കും വർക്ക് പെർമിറ്റ് അനുവദിക്കുക എന്നും മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. വർഷങ്ങളായി പൊതുമേഖലയിലേക്കും സർക്കാർ പദ്ധതികളുടെ കരാർ കമ്പനികൾക്കും മാത്രമായിരുന്നു കുവൈറ്റിൽ തൊഴിൽ പെർമിറ്റ് അനുവദിച്ചിരുന്നത്. വാണിജ്യ സന്ദർശന വിസയിൽ വന്നവർക്ക് തൊഴിൽ പെർമിറ്റ് അനുവദിക്കുന്നത് ഈ മാസം നിർത്തുമെന്ന് തൊഴിൽ വകുപ്പ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ സ്വകാര്യ തൊഴിൽ സംരംഭകർക്ക് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത്. മലയാളികളുടേതടക്കം നിരവധി ചെറുകിട സ്ഥാപനങ്ങൾ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന കാര്യം നേരത്തെ മീഡിയ 1 റിപ്പോർട്ട് ചെയ്തിരുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. കുവൈത്ത് ഔക്കാഫ് മന്ത്രിക്കെതിരെ അമേരിക്ക നടത്തിയ ഭീകരവാദ ആരോപണം വിവാദമാകുന്നു. രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിലുള്ള കടന്നുകയറ്റമാണ് ആരോപണമെന്ന് ചൂണ്ടിക്കാട്ടി പാർലമെന്റ് അംഗങ്ങൾ രംഗത്തെത്തി. അതിനിടെ ആരോപണ വിധേയനായ മന്ത്രി നായിഫ് അൽ അജ്മി രാജിക്കൊരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ രഹസ്യാന്വേഷണ സെക്രട്ടറി ഡേവിഡ് കോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലായിരുന്നു കുവൈത്ത് നീതിന്യായ മതകാര്യമന്ത്രി നായിഫ് അൽ അജ്മിക്കെതിരെ ഭീകരവാദം ആരോപിച്ചത്. ഭീകരവാദികളെ സഹായിക്കുന്ന ഒരാളെ മന്ത്രിയാക്കിയത് തെറ്റായിപ്പോയി എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. അമേരിക്കൻ റിപ്പോർട്ട് രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലേക്കുള്ള നഗ്നമായ കടന്നാക്രമണമാണെന്നും ആരോപണങ്ങൾക്ക് തെളിവുകൾ സഹിതം അക്കമിട്ട് മറുപടി കൊടുക്കേണ്ടതുണ്ടെന്നും അഭിപ്രായപ്പെട്ട് പ്രമുഖ പാർലമെന്റ് അംഗം സഫ അൽ ഹാഷിം രംഗത്തെത്തിയതോടെ വിഷയം വിവാദമായിരിക്കുകയാണ്. ഒരു വിദേശ രാജ്യം ഭീഷണിയുടെ സ്വരത്തിൽ പരസ്യാരോപണം നടത്തുമ്പോൾ അതിന് നേരിടാനും മറുപടി കൊടുക്കാനുമുള്ള ബാധ്യത സർക്കാരിന്റെയും പാർലമെന്റിന്റെയും കൂട്ടുത്തരവാദിത്തമാണെന്ന് MP വ്യക്തമാക്കി. ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു മന്ത്രിക്കെതിരെ ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അതിനെതിരെ നിശബ്ദത പാലിക്കുന്നത് ശരിയല്ലെന്നും സഫ അൽ ഹാഷിം പറഞ്ഞു. ഹമൂദ് മുഹമ്മദ് ഹംതാൻ MPയും റിപ്പോർട്ടിനെ വിമർശിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതേസമയം ആരോപണ വിധേയനായ നായിഫ് അൽ അജ്മി രാജിസന്നദ്ധത അറിയിച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ആരോഗ്യപരമായ പ്രയാസങ്ങളാണ് രാജിക്ക് കാരണമായി പറയുന്നതെങ്കിലും അമേരിക്കൻ റിപ്പോർട്ടിലെ പരാമർശങ്ങളാണ് മന്ത്രിയുടെ തീരുമാനത്തിന് പ്രേരകമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണെങ്കിൽ അത് തെളിയിക്കേണ്ടത് മന്ത്രിയുടെ കടമയാണെന്നും അതിന് കഴിഞ്ഞില്ലെങ്കിൽ രാജിവെക്കണമെന്നും പാർലമെന്റ് അംഗമായ നബീൽ അൽ ഫാദിൽ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു. മന്ത്രി രാജിവെച്ചാലും ഇല്ലെങ്കിലും വിഷയം കുവൈത്ത് രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുമെന്നാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി.
സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവിന്റെ വിജ്ഞാപനമനുസരിച്ച് രണ്ടാം കിരീടാവകാശിയായി നിയമിതനായ അമീർ മുഗ്രീൻ ബിൻ അബ്ദുൾ അസീസ് ബയത്ത് പ്രതിജ്ഞ സ്വീകരിച്ചു. രാജകുടുംബാംഗങ്ങൾ, ഗവർണർമാർ, മന്ത്രിമാർ, ശൂറ കൌൺസിൽ അംഗങ്ങൾ, പണ്ഡിതന്മാർ, സിവിൽ സൈനിക മേധാവികൾ, ഗോത്രത്തലവന്മാർ തുടങ്ങിയവരിൽ നിന്ന് അദ്ദേഹം പ്രതിജ്ഞ സ്വീകരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അൽഹം കൊട്ടാരത്തിൽ പാരമ്പര്യ രീതിയിൽ നടന്ന ചടങ്ങിൽ സൗദി ഭരണ വ്യവസ്ഥയനുസരിച്ചാണ് പ്രതിജ്ഞ നടന്നത്. റിയാദിലെ കോഴിക്കോട് തെക്കേപ്പുറം നിവാസികളുടെ കൂട്ടായ്മയായ സംഗമം കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായി. ടീം അംഗങ്ങളും കുട്ടികളും അണിനിരുന്ന മാർച്ച് പാസോടെയാണ് സംഗമം സോക്കർ 2014 തുടക്കമായത്. റിയാദ് അന്താരാഷ്ട്ര ഫുട്ബോൾ അക്കാദമിയിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് സംഗമം സോക്കറിന് തുടക്കമായത്. ക്ലിക്കോൺ ഡയറക്ടർ നാസർ അബൂബക്കർ ഫുട്ബോൾ മേള ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. തെക്കേപ്പുറം നിവാസികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കളിക്കാർ 4 ടീമുകളിലായാണ് മത്സരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ അറേബ്യൻ ഈഗിൾസ് വിജയികളായി. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തെക്കേപ്പുറം ഫാൽക്കൺസിനെയാണ് തോൽപ്പിച്ചത്. രണ്ടാമത്തെ മത്സരത്തിൽ കാലിക്കറ്റ് ചാലഞ്ചേഴ്സ് 2-നെതിരെ 3 ഗോളുകൾക്ക് സിറ്റി സ്ട്രൈക്കേഴ്സിനെ പരാജയപ്പെടുത്തി. മത്സരം വീക്ഷിക്കാൻ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ഫുട്ബോൾ അക്കാദമിയിലെത്തിയിരുന്നു. മെയ് 18 ഫൈനൽ മത്സരം. മീഡിയ 1 റിയാദ്. ചേരമാൻ പെരുമാളായി വെള്ളിത്തിരയിലെത്താൻ നടൻ മമ്മൂട്ടി തയ്യാറെടുക്കുന്നു. മസ്കറ്റ് ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന സെമിനാറിൽ സംസാരിക്കവെയാണ് മമ്മൂട്ടി ഇക്കാര്യം വ്യക്തമാക്കിയത്. ചലച്ചിത്ര രംഗത്തെ ഒമാൻ ഇന്ത്യ ബന്ധത്തെക്കുറിച്ച് ഒമാൻ ഫിലിം സൊസൈറ്റി ഹാളിൽ നടന്ന സെമിനാറിലാണ് ചേരമാൻ പെരുമാളിന്റെ ജീവിതം സിനിമയാകാൻ പോകുന്ന വിവരം മമ്മൂട്ടി വെളിപ്പെടുത്തിയത്. മമ്മൂട്ടി തന്നെയാണ് പെരുമാളിന്റെ വേഷം കൈകാര്യം ചെയ്യുക. ഒമാൻ ഫിലിം സൊസൈറ്റിയുടെ പങ്കാളിത്തത്തോടെയാണ് സിനിമ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനായി ചർച്ച തുടങ്ങിയതായും മമ്മൂട്ടി പറഞ്ഞു. Remember the ruler called Chairman Perumal. That is prehistoric. Before the advent of Islam, Kerala and Oman, some shows lands of Oman was having, as I told you, they were having trade relationships. It is supposed to be that if you take a vessel and if you travel towards west, you will reach Salalah. കേരളത്തിലെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ച ആദ്യ ഇന്ത്യൻ രാജാവായാണ് അറിയപ്പെടുന്നത്. മക്കയിൽ പോയി ഹജ്ജ് നിർവഹിച്ച് മടങ്ങവേ രോഗബാധിതനായി മരണപ്പെട്ട അദ്ദേഹത്തിന്റെ കബറിടം ഒമാനിലെ സലാലയിലാണ്. ഇന്ത്യ ഒമാൻ ബന്ധത്തിന്റെ ഈടുറ്റ ചരിത്രമായ പെരുമാളിനെ കുറിച്ച സിനിമ ചലച്ചിത്ര രംഗത്തും പുതിയ ചരിതം കുറിച്ചേക്കാം. 85 വർഷം പിന്നിടുന്ന മലയാള സിനിമയ്ക്കുള്ള ആദരസൂചകമായാണ് മസ്കത്ത് ചലച്ചിത്രമേളയുടെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചത്. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിന്റെ എണ്ണ കയറ്റുമതിയിൽ ഇടിവ് സംഭവിച്ചതായി റിപ്പോർട്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തെ കയറ്റുമതിയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4% കുറവ് സംഭവിച്ചതായി നാഷണൽ ബാങ്ക് പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2013 അസംസ്കൃത എണ്ണ വിലയിലുണ്ടായ ഇടിവാണ് കുവൈത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ എണ്ണ കയറ്റുമതിയിൽ കുറവ് രേഖപ്പെടുത്താൻ കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ബാരൽ ഒന്നിന് $105 ഈ സാമ്പത്തിക വർഷത്തിൽ കുവൈത്തിന്റെ ശരാശരി ക്രൂഡ് ഓയിൽ കയറ്റുമതി. കയറ്റുമതിയിൽ രേഖപ്പെടുത്തിയ ഇടിവ് ഒപെക് അംഗരാജ്യമായ കുവൈത്തിന്റെ വ്യാപാര കമ്മിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2012-13 സാമ്പത്തിക വർഷത്തിൽ 25.7 ബില്യൺ ദിനാറായിരുന്ന കയറ്റുമതി വരുമാനം ഈ വർഷം 24.3 ബില്യനായാണ് ക്ലോസ് ചെയ്തത്. രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 48% വരും ഈ വ്യാപാര കമ്മി. അതേസമയം എണ്ണ ഇതര കയറ്റുമതിയിൽ രാജ്യം മുന്നേറ്റം നടത്തിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എഥിലിൻ ഉൽപ്പന്നങ്ങളുടെ റെക്കോർഡ് കയറ്റുമതിയിലൂടെ രാജ്യത്തെ എണ്ണ ഇതര വ്യാപാരത്തിൽ 6% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ കുവൈത്തിന്റെ വാർഷിക ഇറക്കുമതി 8.3 ബില്യൺ ദിനാറിന്റെ സർവകാല റെക്കോർഡ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിത്യോപയോഗ വസ്തുക്കളാണ് രാജ്യം കൂടുതലായും ഇറക്കുമതി ചെയ്യുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. രക്തസമ്മർദ്ദ ഭീഷണി മറികടക്കാൻ ഭക്ഷ്യവസ്തുക്കളിൽ ഉപ്പ് കുറയ്ക്കണമെന്ന നിർദ്ദേശവുമായി കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം രംഗത്തെത്തി. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഉപ്പിന്റെ തോത് കുറയ്ക്കണമെന്നാണ് നിർദ്ദേശം. അച്ചാർ ഉൽപ്പന്നങ്ങളിലും മറ്റും ഉപ്പിന്റെ ഉപയോഗം കൂടുതലായതാണ് രാജ്യത്ത് രക്തസമ്മർദ്ദ നിരക്ക് വർദ്ധിക്കാനുള്ള കാരണമായി മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത്. രാജ്യത്തെ കുബൂസ് നിർമ്മാതാക്കളായ കുവൈത്ത് ഫ്ലോർ മിൽസ് തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ 20% ഉപ്പ് കുറച്ച നിർദ്ദേശത്തോട് സഹകരിച്ചതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 50 ലക്ഷം നിരോധിത വേദന സംഹാരി ഗുളികകൾ രാജ്യത്തേക്ക് കടത്താനുള്ള ശ്രമം ദുബായ് പോലീസ് ഇടപെട്ട് തടഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ അറസ്റ്റ് ചെയ്തതായി ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ
ഖമീസ് മതാർ അൽ മസീന അറിയിച്ചു. UAE-യിൽ നിരോധമുള്ള കാപ്റ്റഗൺ എന്ന വേദനസംഹാരി ഗുളികയാണ് പിടിച്ചെടുത്തത്. പൊടിപാറുന്ന മത്സരം കാഴ്ചവെച്ച ദുബായ് കുതിരയോട്ട ലോകകപ്പിൽ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ കുതിര കിരീടം സ്വന്തമാക്കി. വേറുറ്റ മത്സരം നടന്ന ലോകകപ്പിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കുതിരകളായിരുന്നു അണിനിരന്നത്. കാണികളുടെ ഹൃദയം കുതിരകളോടൊപ്പം പിടിച്ച നിമിഷങ്ങളായിരുന്നു നാദൽ ഷേബയിലെ മൈതാനത്തിൽ നടന്ന കുതിരകളുടെ മിന്നുന്ന പ്രകടനം. കുതിരക്കുളമ്പുകൾ തീപ്പൊരി പറത്തി കുതിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള ദുബായ് വേൾഡ് കപ്പിന് വേണ്ടിയായിരുന്നു. $10 ലക്ഷം സമ്മാനത്തുകയുള്ള മത്സരത്തിൽ ലോകത്തിലെ ഏറ്റവും കരുത്തരായ കുതിരകളും വീരന്മാരായ ജോക്കികളുമാണ് അണിനിരന്നത്. ആവേശ പോരാട്ടത്തിൽ കുതിരക്കുളമ്പുകൾ മാറ്റുരച്ചപ്പോൾ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സ്വന്തം കുതിരയായ ആഫ്രിക്കൻ സ്റ്റോറി കിരീടം സ്വന്തമാക്കി. ഷെയ്ഖ് മുഹമ്മദിന്റെ സാന്നിധ്യത്തിൽ ബ്രസീൽ ജോക്കി സിൽവസ്റ്റർ ഡിസൂസ നയിച്ച ആഫ്രിക്കൻ സ്റ്റോറി റെക്കോർഡ് സമയത്തിലാണ് കുതിപ്പ് പൂർത്തിയാക്കിയത്. തുടക്കത്തിൽ പിന്നിലായിരുന്ന സയ്യിദ് ബിൻ സുറൂർ പരിശീലിപ്പിച്ച ആഫ്രിക്കൻ സ്റ്റോറി പിന്നീട് കുതിച്ചു മുന്നേറുകയായിരുന്നു. ജോക്കിക്കൊപ്പം ഷെയ്ഖ് മുഹമ്മദും 19ാമത് ദുബായ് വേൾഡ് കപ്പ് ഏറ്റുവാങ്ങാൻ വേദിയിലെത്തി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70,000-ലേറെ വരുന്ന കുതിരയോട്ട പ്രേമികൾ മൈതാനിയിൽ മത്സരം കാണുവാനെത്തിയിരുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അമേരിക്കയുടെ ആനിമൽ കിങ്ഡമായിരുന്നു ജേതാവായത്. കുതിരപ്രേമിയും മികച്ച കുതിരയോട്ടക്കാരനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം 1996-ലായിരുന്നു വേൾഡ് കപ്പ് ആരംഭിച്ചത്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ 110ാമത് ഔട്ട്ലെറ്റ് ഷാർജയിൽ പ്രവർത്തനം ആരംഭിച്ചു. 2 നിലകളിലായി സൂപ്പർ മാർക്കറ്റ്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്നിവ ഉൾപ്പെട്ടതാണ് പുതിയ ഷോറൂം. ഷാർജ റൂളേഴ്സ് കോർട്ട് ഡയറക്ടർ ജനറൽ ഷെയ്ഖ് സാലിം അബ്ദുറഹ്മാൻ അൽ ഖാസിമി ഉദ്ഘാടനം നിർവഹിച്ച ലുലുവിന്റെ 110ാമത് ഹൈപ്പർ മാർക്കറ്റ് ഷാർജയിലെ മെയ്സലൂണിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖാസിമി, ലുലു ഗ്രൂപ്പ് MD MA യൂസുഫ് അലി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 1 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറും സൂപ്പർ മാർക്കറ്റും അടങ്ങുന്നതാണ് പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഉദ്ഘാടന ശേഷം വിശിഷ്ടാതിഥികൾ ഷോറൂം സന്ദർശിച്ചു. ഷാർജയിലെ 4ാമത്തെ ലുലു ഔട്ട്ലെറ്റാണ് മെയ്സലൂണിലേത്. ഈ വർഷാവസാനത്തോടെ 30,000 പേർ ജോലി ചെയ്യുന്ന സ്ഥാപനമായി ലുലു മാറുമെന്ന് ഗ്രൂപ്പ് MD MA യൂസുഫ് അലി പറഞ്ഞു. ഞങ്ങളുടെ എക്സ്പാൻഷൻ പ്ലാനിൽ ഹൈപ്പർ മാർക്കറ്റുകൾ കൂടുതൽ തുടങ്ങാൻ പരിപാടിയാണ്. ഇക്കൊല്ലം ഏതാണ്ട് 7 ഹൈപ്പർ മാർക്കറ്റുകൾ ഞങ്ങൾ തുറക്കും. 2015 ഡിസംബറോടുകൂടി ഞങ്ങളുടെ സ്ഥാപനത്തിൽ 30,000 മലയാളികൾ എന്ന എൻ്റെ ടാർഗറ്റ് അത് അതിൻ്റെതായ രീതിയിൽ പോവുകയുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ്. വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും പുതിയ ഷോറൂമിന്റെ പ്രത്യേകതയാണെന്ന് ലുലു അധികൃതർ അറിയിച്ചു. മീഡിയ 1, ഷാർജ. കുവൈത്തിൽ വ്യാഴാഴ്ച വരെ അർദിയ, ദയ്യ, മുബാറക്കിയ മേഖലകളിൽ വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. ഫർവാനിയ ക്യാപിറ്റൽ ഗവർണറേറ്റുകളിൽ ട്രാൻസ്ഫോർമർ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് വൈദ്യുതി മുടക്കം. ദിവസം 5 ദിവസം മണിക്കൂർ വീതമായിരിക്കും പവർ കട്ട്. പ്രവാസികൾക്കിടയിലും തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിച്ചതോടെ വിവിധ സംഘടനകൾ നടത്തുന്ന ഇലക്ഷൻ ചർച്ചകളും സജീവമാവുകയാണ്. ബഹ്റൈനിൽ യൂത്ത് ഇന്ത്യ സംഘടിപ്പിച്ച ചർച്ചാ സദസ്സ് വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതികൾ തമ്മിലുള്ള സംവാദമായി മാറി. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ യൂത്ത് ഇന്ത്യ സംഘടിപ്പിച്ച നേർക്കുനേർ എന്ന ചർച്ചാ സദസ്സ് വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങൾ തമ്മിൽ ഒരേ വേദിയിൽ നടന്ന സംവേദനം കൊണ്ടാണ് ശ്രദ്ധേയമായത്. ബഹ്റൈനിലെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് പ്രമുഖർ പങ്കെടുത്ത പരിപാടി ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചകൾക്കും വേദിയായി. കോൺഗ്രസ് രാഷ്ട്രീയത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത OICC പ്രതിനിധി രാജു കല്ലുംപുറം, മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത KMCC പ്രതിനിധി ഷംസുദ്ദീൻ വെള്ളികുളങ്ങര എന്നിവർ UDF-നെ വിജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിച്ചത് പ്രേരണയുടെ പ്രതിനിധി EP അനിൽകുമാർ ആയിരുന്നു. പുതിയ രാഷ്ട്രീയ കക്ഷികളായ ആം ആദ്മി പാർട്ടിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പ്രതിനിധികളായി ഇബ്രാഹിംകുട്ടിയും ജമാലിരിങ്ങലും ചർച്ചയിൽ പങ്കെടുത്തു. വർഗീയ ഫാഷിസത്തെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന ഗൗരവതരമായ ആലോചനയുടെ അടിസ്ഥാനത്തിൽ സദസ്യരുടെ മൂർച്ചയുള്ള ചോദ്യങ്ങളും അവർക്കുള്ള മറുപടിയും വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് സംവാദത്തിന്റെ പ്രതീതിയാണ് സൃഷ്ടിച്ചത്. യൂത്ത് ഇന്ത്യ ഭാരവാഹികളായ ഫസൽ പേരാമ്പ്ര, മുസ്തഫ, അബ്ദുൽ ഹലീം, തരീജ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ചങ്ങനാശ്ശേരി SB അസംഷൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ UAE ഘടകം വാർഷിക കുടുംബ സംഗമം നടത്തി. പ്രസിഡന്റ് ജോൺ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ടോമി പടിഞ്ഞാറെ വീട്ടിൽ മുഖ്യാതിഥിയായിരുന്നു. സ്മരണിക പ്രകാശനം, കേക്ക് മുറിക്കൽ, സംഗീത സായാഹ്നം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു.
UAE ഒമാൻ അതിർത്തി പ്രദേശമായ ഹത്തയിൽ പരമ്പരാഗത ശൈലിയിലുള്ള മാർക്കറ്റും ഹോട്ടൽ സമുച്ചയവും നിർമ്മിക്കുന്ന പദ്ധതിക്ക് സർക്കാർ തീരുമാനമായി. 29 ദശലക്ഷം ദിർഹം ചെലവ് വരുന്ന പദ്ധതിക്ക് ദുബായ് ഉപഭരണാധികാരിയും UAE ധനകാര്യമന്ത്രിയും ദുബായ് മുനിസിപ്പാലിറ്റി ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉടൻ തുടക്കമാവും. 2015 പകുതിയോടെ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാകും എന്നാണ് ഇപ്പോഴുള്ള കണക്കുകൂട്ടൽ. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾസ് ഡയറക്ടർ ബോർഡ് ചെയർമാനായി മലയാളി തിരഞ്ഞെടുക്കപ്പെട്ടു. മലപ്പുറം നിലമ്പൂർ സ്വദേശിയും PDO എഞ്ചിനീയറുമായ വിൽസൺ ജോർജാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒമാനിലെ 19 ഇന്ത്യൻ സ്കൂളുകളെയും നിയന്ത്രിക്കുന്ന ഉന്നത സമിതിയാണ് BOD. ഇന്ന് രാത്രി നടന്ന പുതിയ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ 5-നെതിരെ 8 വോട്ടുകൾക്കാണ് മലപ്പുറം നിലമ്പൂർ എടക്കര സ്വദേശിയായ വിൽസൺ ജോർജ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. തമിഴ്നാട് സ്വദേശിയായ അരുൾ മൈക്കിളായിരുന്നു എതിർ സ്ഥാനാർത്ഥി. നേരത്തെ രക്ഷിതാക്കളുടെ പ്രതിനിധികളായി ബോർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 5 പേരിൽ നിന്നാണ് ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത്. 3 മലയാളികൾ ബോർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ച വിൽസന് വേണ്ടി മറ്റുള്ളവർ മാറി നിന്നു. ബോർഡിലേക്ക് എംബസി നിർദ്ദേശിക്കുന്ന പ്രതിനിധികളായി മുൻ എയർ ഇന്ത്യ ചെയർമാനും മലയാളിയുമായ തുളസിദാസ്, ചാർട്ടേഡ് അക്കൗണ്ടന്റായ അനുരാധ വെങ്കിട്ട് എന്നിവരെ നിശ്ചയിച്ചു. ഇന്ത്യൻ സ്കൂളുകളിലെ ഫീസ് വർധന, കെടുകാര്യസ്ഥത, സുതാര്യമല്ലാത്ത ഫണ്ട് വിനിയോഗം എന്നിവയ്ക്കെതിരെ ശക്തമായി രംഗത്ത് വന്ന സാമൂഹിക പ്രവർത്തകനാണ് വിൽസൺ ജോർജ്. ഇത് 2ാം തവണയാണ് BODയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 3 വർഷം മുമ്പ് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിലും മലയാളിയായ ടോണി ജോർജ് അലക്സാണ്ടറാണ് ചെയർമാനായത്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. സൗദി സ്പെഷ്യൽ എമർജൻസി ഫോഴ്സ് ഭീകരാക്രമണങ്ങൾ നേരിടാൻ വേണ്ടി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. 4 മണിക്കൂർ നീണ്ട ഭീകരാക്രമണ വിരുദ്ധ ഡ്രില്ലാണ് സംഘടിപ്പിച്ചത്. സൗദി ആഭ്യന്തരമന്ത്രി മുഹമ്മദ് ബിൻ നായിഫ് രാജകുമാരന്റെ സാന്നിധ്യത്തിലായിരുന്നു മോക്ക് ഡ്രിൽ. മൊറോക്കോയിൽ കുങ്കുമപ്പൂവിന്റെ ഉൽപാദനം ഊർജിതമാകുന്നു. തൊഴിലാളികളുടെ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചാണ് കുങ്കുമപ്പൂ ഉൽപാദനവും വിപണനവും നടത്തുന്നത്. ഇറാനിൽ നിന്നുള്ള കുങ്കുമപ്പൂ ഇറക്കുമതി അമേരിക്ക നിരോധിച്ചതോടെയാണ് മൊറോക്കോയുടെ സാധ്യത തെളിഞ്ഞത്. GCC രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളവയിലേക്കുള്ള കയറ്റുമതിയുടെ പുതിയ സാധ്യതകൾ തിരയുകയാണ് മൊറോക്കോ സർക്കാർ. വാർത്തകളെ തിരിച്ചുവരാം. അറബ് മേഖലയിലെ സുരക്ഷയും രാഷ്ട്രീയവും ഏറെ വെല്ലുവിളികൾ നേരിടുന്നതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ തങ്ങളുടെ സുഹൃത്ത് രാജ്യമായ സൗദി അറേബ്യയിൽ നടത്തിയ 2 ദിവസത്തെ സന്ദർശനം പ്രത്യക്ഷ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിൽ സൗദിക്കുള്ള അതൃപ്തി മാറ്റാൻ സന്ദർശനം ഉപകരിച്ചില്ല എന്നാണ് വിലയിരുത്തൽ. 3 വർഷമായി തുടരുന്ന സിറിയൻ ആഭ്യന്തര പ്രശ്നം, ഇറാനുമായി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ബന്ധം ശക്തിപ്പെടുത്തുന്നത്, ഇറാഖ്, ഫലസ്തീൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ എന്നിവയാണ് ബറാക് ഒബാമ അബ്ദുള്ള രാജാവ് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചത്. 3 വർഷമായി പരിഹരിക്കപ്പെടാതെ പോകുന്ന സിറിയൻ ആഭ്യന്തര പ്രശ്നത്തിൽ അമേരിക്ക കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന സൗദിയുടെ പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒബാമയുടെ റിയാദ് സന്ദർശനത്തെ വൻ പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാത്തിരുന്നത്. എന്നാൽ അബ്ദുള്ള രാജാവുമായി 2 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ സിറിയൻ ഇറാൻ പ്രശ്നങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തെങ്കിലും കാര്യമായ പുരോഗതിയുണ്ടായിട്ടില്ല. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഒബാമ ഫോണിൽ സംസാരിച്ചെങ്കിലും പ്രത്യക്ഷത്തിൽ ഒരു മാറ്റവും കാണാനില്ല. സന്ദർശനത്തിന്റെ ഭാഗമായി ഒബാമയോ ഇരു വിദേശകാര്യമന്ത്രിമാരോ സിറിയൻ വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചതുമില്ല. ഗൾഫ് മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഒബാമയും അബ്ദുള്ള രാജാവുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത് എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം. അമേരിക്കൻ പ്രസിഡന്റിനെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനും യാത്രയയക്കാനും കിരീടാവകാശിയും 2ാം കിരീടാവകാശിയും എത്താതിരുന്നത് അമേരിക്കയോട് സൗദിക്കുള്ള അതൃപ്തി അറിയിക്കുന്നതിന്റെ ഭാഗമാണെന്നും അഭിപ്രായമുണ്ട്. ഈജിപ്ത് വിഷയത്തിൽ സൗദിയും UAEയും ഖത്തറുമായി നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു. അമേരിക്കയോട് അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മഞ്ഞുരുക്കത്തിന് ശ്രമമുണ്ടായില്ലെന്നും വിലയിരുത്തപ്പെടുന്നു. ഇറാൻ ആണവ വിഷയത്തിൽ സൗദിക്ക് ആശങ്ക നിലനിൽക്കുമ്പോൾ അമേരിക്കയുടെ സൗഹൃദം സൂക്ഷിക്കുന്നതിലുള്ള സൗദിയുടെ അതൃപ്തി തുടരുമെന്ന് തന്നെയാണ് സൂചന. സന്ദർശനത്തിന് സൗദി മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകിയില്ലെന്നതും ശ്രദ്ധേയമാണ്. മീഡിയ 1, റിയാദ്. ഈ വിഷയം ഇന്ന് ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നു. ഇന്ന് ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ബഷീർ ഉളിയിൽ, ഒപ്പം എഴുത്തുകാരൻ മൻസൂർ പള്ളൂർ. ഇരുവരും സ്കൈപ്പ് വഴി ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം മാധ്യമപ്രവർത്തകൻ സജീവ് K. പീറ്റർ ടെലിഫോണിലും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ ബഷീർ ഉളിയിൽ, 5 വർഷത്തിനു ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് സൗദിയിൽ സന്ദർശനത്തിന് എത്തുന്നത്. വലിയ പ്രാധാന്യം
കൊടുത്തിരുന്നു. എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള ഒരു സന്ദർശനം നടത്തുന്നത് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒബാമ മടങ്ങിപ്പോയതിനു ശേഷം ലഭിക്കുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല. പ്രതീക്ഷിച്ചത്ര രീതിയിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. ആ ഒരു രീതിയിലുള്ള വിലയിരുത്തൽ തന്നെയല്ലേ ഒബാമയും സൗദി ഭരണാധികാരിയും തമ്മിലുള്ള സന്ദർശനത്തിന് ശേഷം പൊതുവായി വരുന്ന റിപ്പോർട്ടുകൾ? ശരിയാണ്. ബറാക് ഒബാമയുടെ ഇപ്പോഴത്തെ സൗദി സന്ദർശനത്തിന് മുമ്പ് തന്നെ ചർച്ച ചെയ്യപ്പെടാനും ലോകത്തിന്റെ ശ്രദ്ധ പതിയാനും വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1933 മുതൽ, അതായത് എണ്ണയുടെ കണ്ടുപിടുത്തത്തിന് മുമ്പേ തന്നെ നിലവിലുള്ളതാണ് ഈ ബന്ധം. പിന്നീട് പെട്രോളിന്റെ ആവിർഭാവത്തോടെ ബന്ധം വേർപിരിയാത്ത ഒന്നായി മാറുകയും രാഷ്ട്രീയവും സാമ്പത്തികവുമായ മേഖലകളിൽ അത് വിപുലപ്പെടുകയും ചെയ്തു. ബറാക് ഒബാമയുടെ തന്നെ ആദ്യത്തെ സന്ദർശനമല്ല ഇത്. ഇതിനു മുമ്പ് 2009 അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ ജൂനിയർ ബുഷ് ഒരു പ്രാവശ്യവും സീനിയർ ബുഷ് 3 പ്രാവശ്യവും സന്ദർശിച്ചു. അപ്പം ഈ സന്ദർശനം ഒരു പ്രത്യേക ശ്രദ്ധ തിരിയുന്നത് അടുത്ത കാലത്ത് വന്ന സൗദി US ബന്ധങ്ങളിൽ വന്ന ഒരു വിള്ളലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നിലവിലുള്ള ലോക രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും വളരെ വ്യക്തമാവുന്ന ഒരു കാര്യം അമേരിക്കൻ ഐക്യനാടുകളുടെ ഇപ്പോഴത്തെ പതിതാവസ്ഥയാണ്. അഥവാ അമേരിക്കൻ പാണ്ഡം നായയുടെ ശൗര്യം പണ്ടേ പോലെ ഫലിക്കാത്ത ഒരു പുതിയ ലോക സാഹചര്യമാണ് നിലവിലുള്ളത്. അമേരിക്കയുടെ മാനസപുത്രിയായ ഇസ്രായേൽ പോലും അങ്കിൾ സാമിനെ പണ്ടത്തെ പോലെ ഗൗനിക്കുന്നില്ല. അതുപോലെ പെരിസ്ട്രോയ്ക്ക് ശേഷം രൂപപ്പെടുകയും ഇന്നലെ വരെ തുടരുകയും ചെയ്ത റഷ്യയുമായുള്ള ബന്ധത്തിലും പുഴുക്കുത്തുകൾ വീണു തുടങ്ങിയിരിക്കുന്നു. ഉക്രൈൻ വിഷയത്തിൽ റഷ്യയും പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലും അങ്കിൾ സാമിന്റെ അഭിപ്രായങ്ങൾ അവിജ്ഞയോടെ തള്ളിക്കളയുന്ന കാഴ്ചകൾ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് റഷ്യൻ സേനയെ പിൻവലിക്കാനും ചർച്ചയ്ക്ക് തയ്യാറാവാനും വ്ളാദിമിർ പുടിനോട് ആവശ്യപ്പെട്ടതിന് തൊട്ടുപിറകെയാണ് ഈ സന്ദർശനം നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത്തരമൊരു ദുർഘട സന്ധിയിലാണ് പശ്ചിമേഷ്യയിലെ മുഖ്യ സഖ്യകക്ഷിയായ സൗദി അറേബ്യ ചില കാരണങ്ങളാൽ സൗന്ദര്യപ്പിണക്കത്തിന്റെ അംഗവിക്ഷേപങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. ഇറാൻ ആണവ പദ്ധതികളോടുള്ള ഒബാമ അഡ്മിനിസ്ട്രേഷന്റെ മൃദു സമീപനം, അതുപോലെ സിറിയൻ വിഷയത്തിൽ സ്വീകരിച്ച അഴവഴമ്പൻ സമീപനം എന്നിവയാണ് മുഖ്യമായ കാരണങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ കാരണങ്ങൾ കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ പൊതുവിലും സൗദി അറേബ്യ വിശേഷിച്ചും അതൃപ്തരാണ് എന്നതാണ് യാഥാർത്ഥ്യം. സിറിയൻ പ്രശ്നത്തിൽ പ്രത്യക്ഷത്തിൽ അറബ് ലോകത്തോടൊപ്പം നിന്ന് ബഷാർ അൽ അസദിനെ എതിർക്കുകയും പരോക്ഷമായി അസദ് ഭരണകൂടത്തിന് അനുകൂലമാകുന്ന തരത്തിലുള്ള ഒരുതരം നിസ്സംഗത പുലർത്തുകയും ചെയ്തു എന്നതാണ് ഒബാമയെ കുറിച്ചുള്ള ഒരാക്ഷേപം. ഇത് അറബ് ലോകത്ത് കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് ഒബാമയുടെ വിദേശ നയത്തിന്റെ പരാജയമാണ് ഇത് ഇത്തരം ഒരു ഗതികേടിന് കാരണമെന്ന് റിപ്പബ്ലിക്കൻ ആരോപിക്കുന്നതിൽ ഒരു ശരിയുണ്ട്. തീർച്ചയായും ബുഷിന്റെ ഒരു രുദ്രാത്മക രീതിശാസ്ത്രമല്ല ഒബാമ ലോകരാഷ്ട്രങ്ങളോട് സ്വീകരിക്കുന്നത്. ആക്രമണോത്സുകമായ പ്രതികരണങ്ങളിലൂടെ ഭീതി പരത്തി ചെറുരാഷ്ട്രങ്ങളെ വരുതിയിലാക്കുക എന്ന ഒരു സമീപനത്തിൽ വ്യത്യസ്തമായി എല്ലാത്തിനും നയതന്ത്ര തലത്തിലൂടെ പരിഹാരം കാണുക എന്ന രീതി ഒബാമ സ്വീകരിച്ചു വരുന്നു. ഈ സമീപനമാണ് ഒബാമയുടെ രാഷ്ട്രീയ പദ്ധതി ഈ അമേരിക്കയുടെ രാഷ്ട്രീയമായ ഈ ഒരു ഗതികേടിന് കാരണം എന്ന് വിലയിരുത്തൽ ശരിയുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല കാരണം. പതിറ്റാണ്ടുകളായി അടക്കി വാഴുന്ന ഛത്രാധിപതികളെ കടപുഴക്കിയ അറബ് ജനത അങ്കിൾ സാബിന്റെ കണ്ണുരുട്ടൽ വല്ലാതെയൊന്നും വേണ്ട എന്ന് പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ സർവ്വമേഖലകളിലും സ്വയം പര്യാപ്തത നേടുന്നതും ഈ അവസ്ഥയ്ക്ക് കാരണമാണ്. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം താങ്കളേക്ക്. ശ്രീ മൻസൂർ പള്ളൂർ, സൗദിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ബന്ധമാണ്. മുൻപും അമേരിക്ക ഭരിച്ചിട്ടുള്ള ഭരണാധികാരികളൊക്കെ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇത്തവണ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രാധാന്യം കിട്ടിയത് അമേരിക്കയും സൗദിയും പല വിഷയങ്ങളിലുമുള്ള ചെറിയ രീതിയിലുള്ള സൗന്ദര്യ പിണക്കമാണ്. ഇപ്പോൾ ഈ സന്ദർശനം കഴിഞ്ഞിട്ടും അത് വലിയ രീതിയിലുള്ള വാർത്തയാകാത്തതും സൗദിയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ വെറും 2 മണിക്കൂർ കൂടിക്കാഴ്ച മാത്രമേ ഇരു നേതാക്കളും തമ്മിൽ നടന്നിട്ടുള്ളൂ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ സൗദി അമേരിക്കയ്ക്ക് കൊടുക്കുന്ന വലിയൊരു മുന്നറിയിപ്പല്ലേ ഇത്? അമേരിക്കയുടെ പല നിലപാടുകളിലും മാറ്റം വരുത്തേണ്ട സമയമായിരിക്കുന്നു എന്ന് സൗദി കൊടുത്ത വളരെ കർക്കശമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ? ഈ കൂടിക്കാഴ്ചയിൽ വലിയ തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് തന്നെ. ഒബാമ സൗദി സന്ദർശനവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമേരിക്കയുടെ നയതന്ത്രം, അതായത് വിദേശകാര്യ നയതന്ത്രം പശ്ചിമേഷ്യയിൽ അടിതെറ്റുന്നതാണ് നമ്മൾ കാണുന്നത്.
കാരണം അത് ഈ അടുത്ത കാലത്തായൊന്നും തുടങ്ങിയതല്ല. നേരത്തെ പറഞ്ഞതുപോലെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുമായി വളരെ പഴയ സൗഹൃദ ബന്ധം നിലവിലുണ്ടെങ്കിൽ പോലും അമേരിക്കയുടെ ഈ സൗഹൃദ ബന്ധത്തിന്റെ പിറകിൽ ചില പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മളൊരു വിലയിരുത്തലിന് തയ്യാറായാൽ പശ്ചിമേഷ്യ എന്തുകൊണ്ട് എന്നും പുകയുകയും പശ്ചിമേഷ്യ എന്തുകൊണ്ട് ഒരു രണഭൂമിയായി മാറുകയും ചെയ്തു എന്നുള്ള പശ്ചാത്തലത്തിൽ വേണം ഇപ്പോൾ സൗദി അറേബ്യയുമായി ഈ അടുത്ത കാലത്തായി ഉലഞ്ഞിരിക്കുന്ന വിദേശകാര്യ ബന്ധത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം ഒബാമ 2009 ശേഷം, അതായത് ഈജിപ്തിൽ ഭരണമാറ്റത്തിന് ശേഷം നടത്തുന്ന ആദ്യ സന്ദർശനം എന്നതിലുപരി ഈ അടുത്ത കാലത്ത് സൗദി അറേബ്യയുമായി നയതന്ത്ര കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുകയും അതിന്റെ പ്രധാന കാരണം ഇറാനുമായി അമേരിക്ക അടുക്കുകയും അതുപോലെ തന്നെ സിറിയൻ വിഷയത്തിൽ ഒരു മെല്ലപ്പോക്ക് നയവും വലിയ താല്പര്യം കാണിക്കാത്തതുമായ ഒരു വിഷയം ഉണ്ടായതിന്റെ പിറകിലാണ് അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചും തട്ടുന്നത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ജോൺ കെറി, അമേരിക്കയുടെ വിദേശകാര്യ നയതന്ത്രജ്ഞൻ, പലപ്പോഴായി ഷട്ടിൽ സന്ദർശനങ്ങൾ ഈ മേഖലയിൽ നടത്തുകയും പലസ്തീൻ വിഷയത്തിൽ ഇതാ സമാധാനം എത്തിപ്പോയി എന്ന് ജനങ്ങളെ ധരിപ്പിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലം നമ്മൾ കാണാതിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പശ്ചിമേഷ്യയിൽ, സൗദി അറേബ്യ ഉൾപ്പെടെ ഉള്ള പശ്ചിമേഷ്യയിൽ, പ്രത്യേകിച്ച് പലസ്തീൻ വിഷയത്തിൽ സമാധാനത്തെ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ് അമേരിക്ക എക്കാലത്തും ചെയ്തിട്ടുള്ളത്. ഇന്ന് അറബ് ജനത, പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള ഭരണകൂടം ഇത് തിരിച്ചറിയുകയാണ്. പഴയ കാലം പോലെ ഇന്ന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഹിഡൻ അജണ്ടയെ കുറിച്ച് സൗദി അറേബ്യ പോലുള്ള രാജ്യം, അത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ വൻ സാമ്പത്തിക ശക്തി എന്നതിലുപരി ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് സൗദിയുമായുള്ള ബന്ധത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ഉലച്ചിൽ തട്ടുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഈ അടുത്ത കാലത്തായി ബ്രിട്ടനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്ന സൗദി അറേബ്യയുടെ അംബാസിഡർ വാഷിംഗ്ടൺ ടൈംസ് പോലുള്ള പത്രത്തിൽ പോലും വളരെ ശക്തമായ രീതിയിൽ അമേരിക്കയോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. ഞങ്ങൾക്ക് ഈ പശ്ചിമേഷ്യയുടെ സുരക്ഷിതത്തെ ബാധിക്കുന്ന രീതിയിൽ അമേരിക്കയുടെ ഇടപെടലുകളെ കയ്യും തെറ്റ് നോക്കി നിൽക്കാനാവില്ല എന്ന അർത്ഥത്തിൽ ലേഖനങ്ങൾ എഴുതുകയും അതുപോലെ തന്നെ ഈ പശ്ചാത്തലത്തിൽ വിദേശകാര്യ ബന്ധത്തിൽ ഉലച്ചിൽ തട്ടുകയും ചെയ്തപ്പോൾ അത് വീണ്ടും സുദൃഢമായി ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഒബാമ സൗദി അറേബ്യയിൽ എത്തുന്നത്. എന്നാൽ നേരത്തെ ബഷീർ പുളിയിൽ പറഞ്ഞതുപോലെ അത് വേണ്ടത്ര ഫലം കണ്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. മാധ്യമപ്രവർത്തകൻ സജീവ് കെ പീറ്റർ ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ സജീവ് കെ പീറ്റർ, ബറാക് ഒബാമ സൗദി ഭരണാധികാരിയുമായുള്ള കൂടിക്കാഴ്ച ഒരുപക്ഷെ ലോകമാധ്യമങ്ങളടക്കം വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടും സൗദിയിലെ മാധ്യമങ്ങൾ അതിന് വേണ്ടത്ര പരിഗണന കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് അമേരിക്ക തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത് എന്ന കാര്യം കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും യഥാർത്ഥമായിട്ടുള്ള ഒരു സമയമല്ലേ, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവല്ലേ ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടാകേണ്ടത്? തീർച്ചയായും ഇവിടെ മുമ്പ് സംസാരിച്ചതിൽ സൂചിക്കാണിച്ചതുപോലെ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം നിലനിർത്തേണ്ടത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അത് വെറും എണ്ണയുടെ രാഷ്ട്രീയത്തിനും അപ്പുറമുള്ള ചില ഭൗമരാഷ്ട്ര കാരണങ്ങൾ കൊണ്ടുകൂടിയാണെന്നുള്ളതാണ് എന്റെ വാസ്തവം. അപ്പൊ അമേരിക്കയുടെ ഗൾഫ് മേഖലയിലെ വിദേശ നയത്തെ സംബന്ധിച്ച് സൗദി അറേബ്യയിൽ ഉണ്ടായിരിക്കുന്ന വലിയ രീതിയിലുള്ള സംശയങ്ങളും ആശങ്കകളും ദൂരീകരിക്കുക എന്ന ലക്ഷ്യമാണ് പ്രധാനമായിട്ടും ഒബാമയുടെ സന്ദർശനത്തിന് പിന്നിലുള്ളത്. അതിന് എത്രമാത്രം ഫലം കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സംശയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒബാമയുടെ ദൗത്യം പൂർണ്ണമായി ലക്ഷ്യം കണ്ടു എന്ന് നമുക്ക് എഴുതാൻ കഴിയില്ല. പ്രധാനമായ രണ്ട് വലിയ ഇഷ്യൂസാണ്, രണ്ട് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഇറാന്റെ ആണവ പദ്ധതി വീണ്ടും പുനർചർച്ച ചെയ്യുന്നതിന് അമേരിക്കയും മറ്റ് പാശ്ചാത്യ ശക്തികളും തയ്യാറായി എന്നുള്ളത്. രണ്ടാമത്, സിറിയയിൽ സായുധ നടപടി വേണ്ട എന്ന് അവസാന മണിക്കൂറിൽ ഒബാമ തീരുമാനിക്കുന്നു. ഇങ്ങനെ ഈ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായിട്ടുണ്ടായിട്ടുള്ളതെങ്കിലും അതിനെ തുടർന്നിട്ടുണ്ടായിട്ടുള്ള മറ്റു ചില നിലപാടുകൾ, പ്രത്യേകിച്ച് മിതവാദിയായ റൗഹാനി ഇറാനിൽ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം
അമേരിക്ക ഒരു വിദേശ നയത്തിൽ ഒരു മുൻപ് സമീപനം ഇറാനോട് സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ വലിയ ആശങ്കകൾ ഉണർത്തിയിട്ടുണ്ട്. കാരണം ഇത് ഉപരോധത്തിലുണ്ടാകുന്ന വലിയ രീതിയിലുള്ള ഇളവ് ഇറാന്റെ ആണവ സ്വപ്നങ്ങൾക്ക് പുതിയ കരുത്തു പകരും എന്ന് പൊതുവിൽ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അമേരിക്കയുടെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വിദേശ നയത്തിലുണ്ടായിട്ടുള്ള പാളിച്ചകളാണ്. അതിനു മുമ്പ് മിസ്റ്റർ ലാവ്റോവ് റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ ബ്രോക്കറേജിൽ നടന്നിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് പര്യവസാനമായിട്ടാണ് സിറിയയിൽ തൽക്കാലം സ്വായത്തമായി ഇടപെടേണ്ട എന്ന് തീരുമാനമെടുക്കുന്നത്. അതിനുശേഷം അവിടെ രാസായുധം പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയെങ്കിലും ആരാണത് പ്രയോഗിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യത്യാസമുള്ളതിന്റെ പേരിൽ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ബഷീർ ഉള്ളിൽ ഒരുപക്ഷെ അമേരിക്കയോടുള്ള ഇത്തരത്തിലുള്ള ഒരു കർക്കശമായ നിലപാട് സൗദിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിറിയൻ വിഷയത്തിലുണ്ടായ അമേരിക്കയുടെ മെല്ലപ്പോക്ക് നയം തന്നെയല്ലേ? ഏകദേശം 3 വർഷത്തോളമായി സിറിയൻ വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടൽ കാര്യക്ഷമമല്ല, ലോകരാജ്യങ്ങളുടെ ഇടപെടൽ തന്നെ കാര്യക്ഷമമല്ല എന്ന് സൗദി ആവർത്തിച്ച് പറയുന്നു. ആ ഒരു നിലപാട് കുറച്ചുകൂടി കർക്കശമാക്കുകയല്ലേ അമേരിക്കയുടെ ഒബാമയുടെ കൂടിക്കാഴ്ചയ്ക്ക് പോലും അത്ര പ്രാധാന്യം കൊടുക്കാതെയുള്ള സൗദിയുടെ ഈ നിലപാട്? ശരിയാണ്. സിറിയൻ വിഷയത്തിൽ അമേരിക്ക സ്വീകരിച്ച ഒരുതരം അഴവഴപ്പൻ സമീപനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും സൗദിയിലും നല്ല അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. സിറിയൻ പ്രശ്നത്തിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ അമേരിക്ക ആക്രമിക്കും അല്ലെങ്കിൽ അത് മറ്റ് അറബ് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി സിറിയയിൽ സൈനികമായ ഇടപെടൽ നടത്തും എന്ന പ്രതീക്ഷ ഉയർത്തി കൊണ്ടുവരികയും അതോടൊപ്പം അവിടുത്തെ അസദിനെ പരോക്ഷമായി സഹായിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഒരുതരം നിസ്സംഗത സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ് പരക്കെ ഉള്ള ആക്ഷേപം. ഇതിൽ യാഥാർത്ഥ്യമുണ്ട്. ഇതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇറാന്റെ ആണവ നിലപാട്, ആണവ സമീപനം, അതിനോട് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് മുമ്പത്തെ ആ ബുഷ് ഭരണകൂടത്തിന്റെ രീതിയിൽ നിന്നും വ്യത്യസ്തമാണ്. നയതന്ത്ര തലത്തിലൂടെ പരിഹരിക്കുക എന്ന ഒരു രീതിയാണ് ഒബാമ സ്വീകരിച്ചത്. ഇത് ഇറാന് കൂടുതൽ കരുത്തേകുകയും നേരത്തെ സജീവ് പറഞ്ഞതുപോലെ അമേരിക്കക്ക് ഇറാന് കരുത്ത് പകരുകയും അത് സൗദിയുടെയും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളുടെയും വിരോധത്തിന് പാത്രമാവുകയും ചെയ്തു എന്നതും കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയുടെ ഈ ഒരു പതിതാവസ്ഥയിൽ തന്റെ 2ാം നിയമം അവസാനിക്കാൻ അധികം നാളുകളില്ലാത്ത ഒരു സാഹചര്യത്തിൽ നേരത്തെ ഉഗ്രപ്രതാപിയായി വാണസിംഹത്തിന്റെ അവസ്ഥയിൽ നിന്നും ഒരു ചട്ടകുതിരയുടെ ഗതികേടിലേക്ക് അധപ്പതിച്ച അമേരിക്കൻ ഐക്യനാടുകളെ അതിന്റെ പാപഭാരം ഏൽക്കേണ്ടി വരുന്ന ഒരു കുറ്റബോധവും കൂടി ഒബാമയുടെ ഈ പെട്ടെന്നുള്ള സന്ദർശനത്തിന് പിറകിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ അലങ്കോലപ്പെട്ട ബന്ധം കൂട്ടിയിറക്കുക, നന്നാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് അദ്ദേഹം പുറപ്പെട്ടതെങ്കിലും നേരത്തെ മൻസൂറും സജീവും ഒക്കെ പറഞ്ഞതുപോലെ അത് വേണ്ടത്ര ഫലം കണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശ്രീ മൻസൂർ പള്ളൂർ, ഒരുപക്ഷെ സിറിയൻ കൂട്ടക്കുരുതിയും അതുപോലെ ഇസ്രയേൽ ഭീകരത ഈ വിഷയങ്ങളിലുമൊക്കെ ഒരു കർശന നിലപാട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടായാൽ ഒരുപക്ഷെ ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കുറെ കൂടി ഊട്ടിയുറപ്പിക്കപ്പെടാൻ തന്നെയല്ലേ സാധ്യത? ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ നല്ല ബന്ധം ഉണ്ടാകണം എന്ന് തന്നെയല്ലേ? ചില വിഷയങ്ങളിൽ ഉണ്ടായിട്ടുള്ള അയവ് അത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് സിറിയൻ വിഷയമായാലും ഇതുപോലെ ഇസ്രയേൽ വിഷയമായാലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആ വിഷയങ്ങളിലൊക്കെ കുറച്ചുകൂടി കർക്കശമായ നിലപാടുകൾ ഉണ്ടായാൽ മുമ്പ് ഉണ്ടായതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ദൃഢമായ ബന്ധം ഉണ്ടാകും തന്നെ എന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? സത്യത്തിൽ ഈ വിഷയത്തിൽ സിറിയൻ വിഷയത്തിൽ എന്തുകൊണ്ട് അമേരിക്ക അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ വളരെ രസകരമായൊരു വസ്തുത നമുക്ക് ബോധ്യപ്പെടും. അതായത് സാമ്പത്തികമായ താല്പര്യങ്ങളുടെ പേരിലായിരുന്നില്ല സിറിയയുമായി ഈ അടുത്ത കാലങ്ങൾ വരെയും അമേരിക്കയ്ക്കുണ്ടായിരുന്ന വിരോധം. അത് ഇസ്രായേലുമായി ഉണ്ടായിരുന്ന സിറിയയുടെ രാഷ്ട്രീയ കാരണങ്ങളിൽ ഇസ്രായേലിന്റെ പക്ഷം ചേരുന്ന ഒരു നിലപാട് നേരത്തെ എടുക്കുകയായിരുന്നു അമേരിക്ക ചെയ്തിരുന്നത്. ആ അടിസ്ഥാനത്തിൽ ഇന്ന് വന്നിരിക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ ആകെ മാറുകയാണ് പശ്ചിമേഷ്യയിൽ. ആ അർത്ഥത്തിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുമ്പോൾ ഇറാന്റെ സഖ്യകക്ഷിയായി മാറിയിരിക്കുന്ന സിറിയയോട് ഒരു മൃദുല സമീപനം സ്വീകരിക്കുമ്പോഴാണ് ഇവിടെ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ അമേരിക്കയെ സംശയത്തോടുകൂടി നോക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞകാല അമേരിക്കൻ സഖ്യരാഷ്ട്രങ്ങളുടെ ദുർഗതി നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ വളരെയധികം ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇറാഖിലെ സദ്ദാം ഹുസൈനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഏറ്റവും നല്ല അടുത്ത സുഹൃത്തായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു പിന്നീട് കേണൽ മുഹമ്മദ് ഖുദ്ദാഫിയുമായി ആദ്യകാലങ്ങളിൽ
വിരോധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അമേരിക്കയുമായി പിന്നീട് നല്ല സഖ്യത്തിലേർപ്പെട്ടിരുന്നവരായിരുന്നു. ഇതുപോലെ അമേരിക്കയുടെ സഖ്യത്തിൽ ഏർപ്പെട്ടിരുന്ന പലർക്കും പിന്നീട് രാഷ്ട്രീയപരമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യുന്ന ഒരു നിലപാട്, അത് അമേരിക്കയുടെ പഴയകാല ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ. അതുകൊണ്ടാണ് ലുക്ക് വെസ്റ്റ് പോളിസി എന്നതിൽ നിന്ന് മാറി ഇന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ലുക്ക് ഈസ്റ്റ് എന്ന രീതിയിലേക്ക് മാറി വരുമ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ ഈ മേഖലയിൽ ഒരു സഖ്യം രൂപപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അവിടെയാണ് റഷ്യയുമായൊക്കെ സൗദി അറേബ്യ കൂടുതൽ അടുത്ത് ബന്ധം പുലർത്തുന്നു. ഇവിടുത്തെ സുരക്ഷാ വിഭാഗം തലവന്റെ റഷ്യയുമായുള്ള കൂടിക്കാഴ്ചയും അതൊക്കെ തന്നെ ഈ അടുത്ത കാലത്ത് വലിയ വാർത്തകളായിരുന്ന കാര്യങ്ങളായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് തങ്ങളുമായുള്ള ബന്ധം തികച്ചും ഉലയാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഒബാമ നടത്തിയ ഈ സന്ദർശനം പരാജയമായി തീരുന്നതും ഇതിനെ എങ്ങനെ ഇനി വരുന്ന ആളുകളിൽ അമേരിക്ക മറികടക്കും എന്നുള്ളത് ഒരു രാഷ്ട്രീയ നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യം. അത് തന്നെയാണ് സജി കെ പീറ്റർ. ഈ പ്രതിസന്ധിയെ എങ്ങനെ അമേരിക്ക മറികടക്കും എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ യുക്രൈൻ വിഷയത്തിലായാലും ഒരു പ്രത്യേക നിലപാടെടുത്തുകൊണ്ട് ഒരു ബദൽ ശക്തിയായി റഷ്യ ഒരു ഭാഗത്ത് വളർന്നു വരുന്നു. അത് മറികടക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് ഈ പാശ്ചാത്യ ശക്തികളുടെയും പ്രത്യേകിച്ച് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ പിന്തുണ കൂടിയേ തീരൂ. ഇപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, സിറിയൻ വിഷയമായാലും ഈജിപ്തിലെ വിഷയമായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെയായി ഇത്തരം രാജ്യങ്ങൾ ഉടക്കി നിൽക്കുന്നു അമേരിക്കയോട്. ഈ വിഷയങ്ങളൊക്കെ പരിഹരിച്ചെങ്കിൽ മാത്രമേ അവരുടെ പിന്തുണ ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള കുറേ കീറാമുട്ടികളുണ്ട് അമേരിക്കയ്ക്ക് മുന്നിൽ. എങ്ങനെയായിരിക്കും ഈ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഈ രാജ്യങ്ങളുടെ പിന്തുണ നേടാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇനി ശ്രമം ഉണ്ടാവുക? തീർച്ചയായും ശ്രീ മൻസൂർ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ് ഇന്ന് അഭിമുഖീകരിക്കുന്നത്. കാരണം പ്രധാനമായും ഒരു യൂണിപോളാർ പവർ എന്ന നിലയ്ക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ചൈനയുടെ ഭാഗത്തുനിന്നും റഷ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്റെ നോട്ടത്തിൽ എനിക്ക് തോന്നുന്നത് റഷ്യയേക്കാൾ വലിയ ഭീഷണി വരുന്നത് ചൈനയുടെ ഭാഗത്തുനിന്നാണ്. ഈ അടുത്ത കാലത്ത് സൗദി കിരീടാവകാശി സൽമാൻ ബിൻ അബ്ദുൽ ഹഫീസ് അദ്ദേഹം ചൈന സന്ദർശിക്കുന്നുണ്ട്. ചൈന മാത്രമല്ല, ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളും, ഇന്ത്യ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. ഈ ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചൈനയും സൗദി അറേബ്യയുമായ നിരവധി ഓയിൽ, എണ്ണ സംബന്ധമായിട്ടുള്ള ഉടമ്പടികൾ ഉണ്ടായിരിക്കുന്നു. ഒരുമായിട്ടുള്ള പല തരത്തിലുള്ള ബന്ധങ്ങളും വളരെ സൗഹൃദപരമായ ബന്ധങ്ങളും പുതുതായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പുതിയ ഈ ബാന്ധവം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ അലോസരമുണ്ടാക്കുന്ന ഒന്നാണെന്നുള്ളതാണ് സൂചന. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള സൗദി അറേബ്യയുടെ സുഹൃതം പുതിയ തലവേദനയാണ്. പ്രത്യേകിച്ച് ചൈനയുടെ സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും കൊണ്ടുള്ള വലിയ വളർച്ച എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം പുതിയ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 2025 ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യമായി ചൈന മാറുന്നുവെന്നുള്ളതാണ്. അതേസമയം ഈ രംഗത്ത് വലിയ വലിയ പ്രതിസന്ധിയാണ് സാമ്പത്തിക രംഗത്ത് അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ റഷ്യയുടെ മിലിറ്ററി രംഗത്തുള്ള ഒരു വലിയ വളർച്ച, യൂണിപോളാർ ശക്തി എന്ന നിലയ്ക്ക് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയാണ് ഇന്ന് അത് അഭിമുഖീകരിക്കുന്നത്. ഇതിന് പരിഹാരം എന്ന നിലയ്ക്ക് GCC രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും അവരുടെ ഇപ്പോൾ അനീസ് എന്ന പ്രേക്ഷകനുണ്ട് സൗദി അറേബ്യയിൽ നിന്ന്. അനീസ്, പറഞ്ഞോളൂ. അമേരിക്കയ്ക്ക് ഇപ്പോൾ പറ്റിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ കഴിച്ചിലോട്ട് ഇറക്കാനും വയ്യ, മധുരച്ചിലോട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥയാണ്. ഇറാൻ പറഞ്ഞാൽ കേൾക്കുകയില്ല. ഇറാന്റെ നടപടിയോട് യോജിച്ചു പോവുകയും ചെയ്യണം. അതുപോലെ തന്നെ സൗദി നിസ്സഹത പ്രകടിപ്പിക്കുകയും ചെയ്യണം. ഇതിലൂടെ അമേരിക്കൻ നയതന്ത്ര നിലയത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സൗദി അറേബ്യയുമായിട്ടുള്ള. റൈറ്റ്, വളരെയധികം നന്ദി അനീസ് പ്രതികരണം അറിയിച്ചതിന്. ഒപ്പം ചർച്ചയിൽ പങ്കെടുത്ത മൻസൂർ പള്ളൂർ, ബഷീർ ഉളിയിൽ, സജീവ് കെ പീറ്റർ, എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയും. ഇതോടെ ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.